അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, പരിശുദ്ധമായ റമദാൻ ഷരീഫിലെ 10ാമത്തെ സുദിനത്തിലാണ് നാം നിലകൊള്ളുന്നത്. ബീവി ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ വഫാത്ത് ദിനം കൂടിയാണ് ഇന്ന്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം 25 വർഷക്കാലത്തോളം അവിടുത്തെ സഹധർമ്മിണിയായി, താങ്ങായി, തണലായി, റിസാലത്തിൻ്റെ ശരീരത്തോട് ചേർന്ന് കിടക്കാൻ ഭാഗ്യം ലഭിച്ച മഹദിയാണ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, എൻ്റെ ഖദീജക്ക് പകരം ഖദീജയല്ലാതെ മറ്റാരുമില്ല എന്ന്. അത്രത്തോളം ഇഷ്ടമായിരുന്നു ഖദീജ ബീവിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക്. സ്വർഗീയ സ്ത്രീകളുടെ നേതൃത്വം 4 സ്ത്രീകളാണെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അതിൽ ഒന്ന് ഖദീജയാണ് എന്ന് ഖദീജ ബീവിയുടെ മഹത്വത്തെ അറിയിച്ചുകൊണ്ട് റസൂലുള്ളാഹി തങ്ങൾ പറയുന്നുണ്ട്. മാത്രമല്ല, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതകാലത്ത് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ വഫാത്തിനോടനുബന്ധിച്ച് എല്ലാ വർഷവും ആടിനെ അറുത്തുകൊണ്ട് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ കൂട്ടുകാർക്ക് ദാനം ചെയ്യുമായിരുന്നു എന്ന് ഹദീസുകളിലേക്ക് നമുക്ക് കാണാൻ കഴിയും. അത്രത്തോളം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയോട് ഇഷ്ടമായിരുന്നു. ആ മഹദിയുടെ വഫാത്ത് ദിനമാണ് ഇന്ന്. ആയതുകൊണ്ട് എല്ലാ ആളുകളും കഴിവിൻ്റെ പരമാവധി ഒരു ഫാത്തിഹയെങ്കിലും ഓതി ഹദിയ ചെയ്യുക. അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.